Welcome to Garam Masala, the magic spices of cooking. സ്റ്റീംഡ് ഫിഷ്. ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായ സ്റ്റീംഡ് ഫിഷ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 250 ഗ്രാം വീതമുള്ള 2 ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇത് ശരിയാണ്. ഈ ഫിഷിനെ മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഗ്രീൻ ചട്നി തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 3 പച്ചമുളക്, 3 വലിയ വെളുത്തുള്ളി, 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി പീസ്, 3 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ് ഇവ എടുക്കാം. ഇതെല്ലാം കൂടെ നന്നായൊന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഗ്രീൻ ചട്നിയാണിത്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഫിഷിനെ നമുക്കൊരു വാഴയിലയിലോട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്നി തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ അകത്തും പുറത്തുമെല്ലാം ചട്നി തേച്ച് പിടിപ്പിക്കണം. ഫിഷിനെ നന്നായൊന്ന് വരഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ മസാല അകത്തോട്ട് പോകുകയുള്ളൂ. ഇനി നമുക്കിതിനെ കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫിഷിനെ 2 മുതൽ 4 മണിക്കൂർ വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വേണം നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കാൻ. ഇതിനെ നമുക്കൊന്ന് കെട്ടിവെക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ഫിഷ് കൂടെ കവർ ചെയ്തെടുക്കാം. 4 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റീമർ തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിനെ വെക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഫിഷിൻ്റെ സൈസിനനുസരിച്ച് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. ഇതിനെ നമുക്ക് 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ ഫിഷ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്റ്റീമറിൽ നിന്ന് മാറ്റാം. നമുക്കിതിനെ ഒന്ന് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ സ്റ്റീംഡ് ഫിഷ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.